നമസ്കാരം. ആർത്തവ സമയത്ത് ശരിയായ ശുചിത്വം പാലിച്ചില്ലെങ്കിൽ അത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകാറുണ്ട്. അവ ഏതെല്ലാമാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആണ്. അതായത് മൂത്രനാളിയിലെ അണുബാധകൾ, അടിവയറ് വേദന, യൂറിൻ പോകുമ്പോൾ എരിച്ചിൽ ഒക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. പിന്നെ ഈസ്റ്റ് അണുബാധകൾ വരാം, പെരിറ്റോണൈറ്റിസ്, പെൽവിക് ഇൻഫ്ലമേഷൻ, സെപ്റ്റിസീമിയ തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. ബാക്ടീരിയൽ വജൈനോസിസ് വരാം, അതായത് വജൈനൽ ഡിസ്ചാർജ് കൂടും, എരിച്ചിൽ അല്ലെ ദുർഗന്ധം പോലെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവാം. അതുപോലെ ഫംഗസ് അണുബാധകൾ വരാം, അതിലും വജൈനൽ ഇച്ചിങ് ആയിരിക്കും, സഹിക്കാൻ മേലാത്ത ചൊറിച്ചിൽ വരാം, വൈറ്റ് ഡിസ്ചാർജ്, വീക്കം ഒക്കെ ലക്ഷണങ്ങളാണ്. ആർത്തവ സമയത്ത് 8 മുതൽ 10 മണിക്കൂർ നേരം ഒരേ പാഡ് ധരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആർത്തവ സമയത്ത് ആർത്തവ കപ്പുകൾ, അതായത് മെൻസ്ട്രൽ കപ്പുകൾ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. ടാമ്പണുകൾ അല്ലെങ്കിൽ ഓർഗാനിക് കോട്ടൺ സാനിറ്ററി പാഡുകളൊക്കെ ഉപയോഗിക്കുക. വളരെ നേരം ഒരേ പാഡ് ഉപയോഗിക്കരുത്. 4 അല്ലെങ്കിൽ 6 മണിക്കൂറിനകത്ത് തന്നെ പാഡ് മാറ്റുക. ഉപയോഗിക്കുന്ന പാഡ് ഹൈജീനിക് ആണെന്ന് ഉറപ്പുവരുത്തുക. ഓരോ പ്രാവശ്യവും പാഡ് മാറ്റിയതിന് ശേഷം കൈകൾ വൃത്തിയായി സോപ്പ് ഉപയോഗിച്ച് കഴുകുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഈ സമയത്ത് വരുന്ന അണുബാധ നമുക്കൊരു പരിധിവരെ അല്ലെ പൂർണ്ണമായിട്ടും നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും.